ശംഖുവിലേക്കൊന്ന് പോകട്ടെ. നോക്കൂ, ഈ ഇടത് വലത് മുന്നണികൾ നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ് ഏകകണ്ഠമായി. ഈ വഖഫ് ഭേദഗതി നിയമം ഒരു തരത്തിലും സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വളരെ കൃത്യമായി അറിയാം, കേന്ദ്ര നിയമമാണ്, സംസ്ഥാന സർക്കാരിന് അത് നടപ്പാക്കിയേ തീരൂ എന്ന് വളരെ കൃത്യമായി അറിയാം. പക്ഷേ അവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമസഭ പല വിഷയങ്ങളിലും എന്നതുപോലെ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആ നിലപാടെടുത്തവർ ഇപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ അതിനെ പാടെ തള്ളിപ്പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കബളിപ്പിക്കലല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും അതെ. അത് തുടർച്ചയായിട്ട് ഇത്തരം സംഗതികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് കേന്ദ്രത്തിൽ UAPA നിയമം ഉണ്ടായി. ആ നിയമം ഉണ്ടായ സമയത്ത് UAPA നിയമത്തിൽ അമെന്റ്മെന്റ് ഉണ്ടായ സമയത്ത് കേരളം ഇവിടെ രണ്ട് മുന്നണികളും ഏകകണ്ഠമായിട്ട് പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. UAPA നിയമത്തിലെ അമെന്റ്മെന്റ് കേരളത്തിൽ പ്രാവർത്തികമാക്കില്ല, അത് കേരളത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ UAPA കേസ് എടുത്തത് കേരളത്തിലാണ്, അലനും താഹയ്ക്കും എതിരാണ്. അന്ന് CPM വളരെ ശക്തമായി വിമർശിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇപ്പൊ കോൺഗ്രസിന്റെ സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം ഇതാ പുതിയ UAPA കേസ് കേരളത്തിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ഏത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടും ആദ്യം പ്രതിഷേധമൊക്കെ ഉന്നയിച്ചതിന് ശേഷം അവസാനം അവസരം വരുന്ന ഘട്ടത്തിൽ അത് നടപ്പാക്കുന്ന പ്രവണത നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരികയാണ്. ഈ വഖഫിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വഖഫ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന സംഗതിയാണ്. കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണാധികാരത്തിൽ, പാർലമെന്റിന്റെ നിയമനിർമ്മാണാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ സംസ്ഥാന നിയമസഭകൾക്ക് യാതൊരു അധികാരമില്ല. അതിൽ കേന്ദ്രം ഒരു നിയമം പാസ്സാക്കിയാൽ, ഇത്രയും കാലം 1955 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമായിരുന്നു പ്രാബല്യത്തിൽ എന്നതുപോലെ 2022 കേന്ദ്രത്തിന്റെ പുതിയ അമെന്റ്മെന്റ് വന്നതിന് ശേഷം പിന്നീട് അതാണ് ബാധകമാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അവർക്ക് വല്ലാത്ത തെറ്റായിട്ടുള്ള വിശ്വാസം കൊടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്നൊരു പ്രതീതി ജനിപ്പിക്കാനും ഒക്കെ വേണ്ടി ഈ വളരെ പ്രഹസനമായിട്ടുള്ള കുറെ പ്രമേയങ്ങൾ കേരളത്തിന്റെ നിയമസഭകൾ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്. ഇതിലെ നിയമപരമായിട്ടുള്ള വശത്തെ പറ്റിയൊക്കെ ശ്രീ സ്റ്റാലിൻ ദേവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഈ വിഷയം കോൺഗ്രസിന്റെ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലമാണ്. ഒരു നോമിനൽ പ്രൊട്ടസ്റ്റ് എങ്കിലും ഞങ്ങൾ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ ഇതിൽ ശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നൊരു പ്രതീതി ജനിപ്പിക്കാനെങ്കിൽ അവർ ശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഹർജി എന്താണ് പറയുന്നത്? അടിസ്ഥാനപരമായി മറ്റു സങ്കീർണതകൾ മാറ്റിവെച്ചാൽ ലളിതമായി ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ വഖഫ് നിയമത്തിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ് പ്രകാരം സെക്ഷൻ 14 ചില പുതിയ സംഗതികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. സെക്ഷൻ 14 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊവിഷൻ. അതിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ പോലെ മുസ്ലിം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബോർഡ് രൂപീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ സ്വത്ത് മാത്രമല്ല, അത് മുസ്ലിങ്ങളുടെ മാത്രം ജീവിതത്തെ ബന്ധിക്കുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതാണ് അവിടുത്തെ വ്യത്യാസം. ഈ ചർച്ച തുടങ്ങിയ കാലം മുതൽക്ക് ശ്രീ മുജീബിനെ പോലെയുള്ള ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുതർക്കമാണ് ദേവസ്വം ബോർഡിലേക്ക് ഞങ്ങൾ ഒരു മുസ്ലിം പ്രതിനിധിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസത്തെ ചർച്ച മുതൽ നമ്മൾ ഇത് ആൻസർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, ഈ വഖഫ് ബോർഡും ദേവസ്വം ബോർഡും തമ്മിൽ രണ്ടിലും ബോർഡ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു താരതമ്യമില്ല. രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ്. നിങ്ങൾ ആപ്പിളിനെയും ഓറഞ്ചിനെയും താരതമ്യം ചെയ്യുന്ന പോലെയാണ് ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും താരതമ്യം ചെയ്യുന്നത്. ആദ്യത്തെ വ്യത്യാസം എന്താണ്? ആദ്യത്തെ വ്യത്യാസം ദേവസ്വം ബോർഡിന്റെ നിയാമകമായിട്ടുള്ള ഉത്തരവാദിത്വം സാർ ഇടപെടാതിരിക്കുന്നതാണ് മര്യാദ. അങ്ങ് ഇടപെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി കലഹം ഉണ്ടാവില്ലേ ഉണ്ടാവും. ഒന്ന് ശങ്കുട്ടിദാസ് വ്യക്തമാക്കട്ടെ കാര്യങ്ങൾ. താങ്കൾക്ക് നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, താങ്കൾക്ക് കൂടുതൽ സമയം അനുവദിക്കും. പറയുന്നത് മുഴുവൻ ക്ഷമയോടുകൂടി കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ ഉള്ളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുക എന്നുള്ളതാണ് സൂചന മര്യാദ. ശരി, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിന്റെ ഡ്യൂട്ടീസ് എന്താണ്, രണ്ടിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ആദ്യം ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണ നിയന്ത്രണാധികാരം മാത്രമാണ്. ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കുക, ക്ഷേത്രത്തിലെ നിത്യനിദാനം ഉൾപ്പെടെയുള്ള പൂജാ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ വഖഫ് ബോർഡ് ഒരു റിലീജിയസ് ഡ്യൂട്ടി അല്ല ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ചെയ്യുന്ന ഒരു പ്യുവർലി റിലീജിയസ് ഡ്യൂട്ടിയാണ്. എന്നാൽ വഖഫ് ബോർഡ് ചെയ്യുന്ന റിലീജിയസ് ഡ്യൂട്ടി അല്ല, അത് മുസ്ലിങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതോ ആരാധനയുമായി ബന്ധപ്പെട്ടതോ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. തന്നെയല്ല, വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ മാനേജ്മെന്റ് ആണ്, സ്വത്തിന്റെ
എന്താണ് മേൽനോട്ടം എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ സെക്യുലർ ഫംഗ്ഷൻ. അത് ഒരു മതപരമായിട്ടുള്ള ഫംഗ്ഷൻ അല്ല. രണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അമുസ്ലിങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ മതവിശ്വാസം ഇല്ലാത്ത ആളുകളുടെയോ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിന് സാധിക്കും. അതിൽ ഏറ്റവും നല്ല ന്യായം ഈ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 പറയുന്നത്, ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റ്യൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ വഖഫ് ബോർഡ് ഇറ്റ്സെൽഫ് ഡിസൈഡ് എന്താ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്വത്ത് വക വഖഫ് പ്രോപ്പർട്ടി ആണോ എന്നൊരു സംശയം ഉടലെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലേ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെയാണെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമം മുഴുവൻ വഖഫായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതാണ്ട് 600 ഏക്കറുള്ള ഒരു ഗ്രാമം മുഴുവൻ, അവിടെ ഒരൊറ്റ മുസ്ലിം പോലും താമസിക്കുന്നില്ല, അവിടെ ഒരു പള്ളി പോലും ഇല്ല, അവിടെ ഏതെങ്കിലും കാലത്ത് ഒരു മുസ്ലിം ഭരണത്തിന് കീഴിലോ മുസ്ലിം ലാൻഡ് ലോഡ്ഷിപ്പിന് കീഴിലോ ആയിരുന്നതായിട്ട് കാണിക്കുന്ന രേഖകളില്ല. ഒരു 100% ഹിന്ദു വില്ലേജ് ഒരു സുപ്രഭാതത്തിൽ വഖഫായി നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട്. കേരളത്തിൽ എത്രയോ പ്രോപ്പർട്ടികൾ ഇതേപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ വഖഫ് ബോർഡിനാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുഭൂരിപക്ഷം ലത്തീൻ കത്തോലിക്കർ താമസിക്കുന്ന സ്ഥലത്തെ പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റേതായിട്ട് ക്ലെയിം ചെയ്യുന്നു. അതായത് ദേവസ്വം ബോർഡിന്റെ അധികാരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെട്ടിരിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ അധികാരം അമുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെയും മുഴുവൻ സമൂഹത്തിന്റെയും സ്വത്തുവകകൾ വഖഫാണോ അല്ലേ എന്ന് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്, വിച്ച് ഇസ് എ ബ്രോഡർ ഫംഗ്ഷൻ. മൂന്നാമത്തെ കാര്യം, ഇനി ഇവരുടെ തമ്മിലുള്ള അധികാരത്തിന്റെ വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഒരു സ്വത്തുവക ദേവസ്വം സ്വത്താണെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിൻ്റെതായിട്ടുള്ള 400 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡിന് എന്താ ചെയ്യാൻ പറ്റുക? ഒരു സാധാരണ പൗരനെ പോലെ ആ സ്വത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി സിവിൽ കോടതിയിൽ പോയി സ്യൂട്ട് ഫയൽ ചെയ്ത് എല്ലാ സാധാരണക്കാരെയും പോലെ കോടതിയുടെ വിധി സമ്പാദിക്കാനും പിന്നീട് അത് നടപ്പാക്കാൻ വേണ്ടി എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനും മാത്രമേ ദേവസ്വം ബോർഡിന് സാധിക്കുള്ളൂ. എന്നാൽ വഖഫ് ബോർഡിന്റെ അധികാരം അതല്ല. വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നിയാൽ, ധാരണയുണ്ടെങ്കിൽ, അതിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് അടുത്ത ദിവസം മുതൽ അത് വഖഫാണെന്ന് പ്രഖ്യാപിക്കാനും ആ പ്രോപ്പർട്ടി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനും അതിന് മുകളിൽ നികുതി അടക്കം അടയ്ക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ ടെർമിനേറ്റ് ചെയ്യാനും വഖഫ് ബോർഡിന് സാധിക്കും. ഇതിന് സമാനമായിട്ടുള്ള ഒരു അധികാരം ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിനുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? നാളെ ദേവസ്വം ബോർഡിന്റെ നിയമത്തിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്, ഏതെങ്കിലും ഒരു വസ്തു ദേവസ്വം സ്വത്താണെന്ന് ദേവസ്വം ബോർഡിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് ദേവസ്വം സ്വത്തായി വിജ്ഞാപനം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ദേവസ്വം രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അമിതാധികാരമാണ് കൊടുക്കുന്നത്. അപ്പൊ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അധികാരവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. അവിടെയാണ് അത്തരത്തിലുള്ള വലിയ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം, പ്രത്യേകിച്ച് മതപരമായ വിശ്വാസത്തിന് അതീതമായി മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന സ്വത്തുവകകളുടെ അധികാരത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം ഒരു 100% എക്സ്ക്ലൂസീവ് മുസ്ലിം ബോഡി മാത്രമായാൽ പോരാ എന്നൊരു തീരുമാനം ഉണ്ടായത്. ഈ പറയുന്ന അമെന്റ്മെന്റിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമീപിച്ചിട്ടുള്ളതാണല്ലോ. കേരളത്തിലെ വഖഫ് സംരക്ഷണ സമിതിയോ വഖഫ് ബോർഡിന്റെ വേണ്ടപ്പെട്ട ആളുകളോ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡോ ഒക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചാണ്. സുപ്രീം കോടതി ആ പ്രൊവിഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, അതിൽ എന്താണ് 2 അംഗങ്ങള് നോൺ മുസ്ലിം ആവണോ എന്നുള്ള പ്രൊവിഷൻ ശരിവെക്കുകയും പരമാവധി 3 പേരെ ആകാൻ പാടുള്ളൂ എന്ന് റെഗുലേഷൻ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് ഇത് പാർലമെന്റ് പാസ്സാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ആ പ്രൊവിഷനെ സംബന്ധിച്ച് വീണ്ടും തർക്കം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുള്ളത്. എന്താണ് ഈ പറയുന്നത് പോലെ, ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം, അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ടതിന് ശേഷം, അത് നാട്ടിൽ നടപ്പാക്കിയതിന് ശേഷം പിന്നീട് സംസ്ഥാനം ഒരു വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രൊവിഷൻസിന് അനുസരിച്ചിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അതിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ മുഴുവൻ ആളുകളും സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അതിൽ ഷിയയോ ബോറയോ അഗാഖാനിയോ പോലെയുള്ള അവാന്തര മുസ്ലിം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം തീരെയില്ല. അതിൽ പറയുന്നത് പോലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള സർക്കാരിന്റെ തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മതിയായ രീതിയിലല്ല പ്രതിനിധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു ചട്ടവും പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു. സംസ്ഥാന സർക്കാർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? ഈ പറയുന്ന തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് ശരിയാവണ്ണം വീണ്ടും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വഖഫ് ബോർഡിലുള്ള ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുള്ള പോരായ്മ
പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്താണോ കേന്ദ്ര നിയമത്തിലെ സെക്ഷൻ 14 പറയുന്നത്, ആ സെക്ഷൻ 14ലെ പ്രൊവിഷൻസിനനുസരിച്ച് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് കേന്ദ്ര നിയമമാണ്, അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്, അതിന് സംസ്ഥാന സർക്കാരിന്റെ റാറ്റിഫിക്കേഷനും ഉണ്ട്. വീണ്ടും നിങ്ങൾ സ്ക്വയർ 1ൽ നിന്നുകൊണ്ട് ദേവസ്വത്തിൽ എന്താ മുസ്ലിം ഇല്ലാത്തത്, ചർച്ച് സംവിധാനത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ഇല്ലാത്തത് തുടങ്ങിയിട്ടുള്ള കുതർക്കങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ സർക്കാർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് എന്തുകൊണ്ട് പാലിച്ചില്ല എന്നുള്ളത് നിങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നത് പോലെ എന്തുകൊണ്ട് ശരിയാവണ്ണം വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നത് ഈ പുതിയ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാരിനോട് നിങ്ങൾ ചോദിക്കണം. ഇത് രണ്ടും ചോദിക്കുന്നതിന് പകരം ഈ സംഘപരിവാറിനെയും BJP നിരന്തരമായി ആക്രമിക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അതാണ് യാഥാർത്ഥ്യം.